പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ പ്ലസ് ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ചാപ്റ്റർ 4 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ചാപ്റ്ററിൻ്റെ പേര് ഗ്രാഫ് ആൻഡ് ചാർട്ട് ഫോർ ബിസിനസ് ഡാറ്റ. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ വർഷം എക്കണോമിക്സിൽ ഗ്രാഫ് ആൻഡ് ചാർട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഒക്കെ ആണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും തിയറിറ്റിക്കലി പഠിക്കുന്നത്. ഇത് ഈ ഗ്രാഫും ചാർട്ടൊക്കെ എങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ചെയ്യും. ഓക്കെ, അതിന് ബിസിനസ്സിൽ നമ്മളത് എങ്ങനെ അപ്ലൈ ചെയ്യും, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, ദെൻ ചാർട്ട് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ലിബ്രെ ഓഫീസ് കാൽക്കിൽ പ്രിപ്പയർ ചെയ്യാം, ഇത്രയും കാര്യങ്ങളും. പിന്നെ അതിന് പുറമെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ചാർട്ട് ആൻഡ് ഗ്രാഫ്, ഇതാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് ചാർട്ടാണ്. എലമെൻറ്റ്സ് ഓഫ് ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും 4 ചോദിക്കാം, അല്ലെങ്കിൽ ഓരോന്നും തന്നിട്ട് ഇപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ട് അത് ഏത് ടൈപ്പ് എലമെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ചോദ്യം വരാറുണ്ട്. കഴിഞ്ഞ മോഡൽ എക്സാമിന് ആ രീതിയിൽ ചോദ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ ടൈപ്സ് ഓഫ് ചാർട്ടാണ് ഫസ്റ്റ് പറയുന്നത്. കോളം ചാർട്ട്, പൈ ചാർട്ട്, ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, ഏരിയ ചാർട്ട്, ഡോണറ്റ് ചാർട്ട്, റഡാർ ചാർട്ട്, സ്കാറ്റർ ചാർട്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ഫെമിലിയർ അല്ലാത്ത കുറേ ചാർട്ടുകളുണ്ട്. ഡോണറ്റ്, റഡാർ, സ്കാറ്റർ എന്ന് നമ്മൾ ഫെമിലിയർ അല്ലാത്ത ചാർട്ടുകളാണ്, ടൈപ്സുകളാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക? ഇൻസേർട്ടിൽ എന്ത് ചെയ്യുക, ചാർട്ട്. ഓക്കെ, ഇൻസേർട്ടിൽ ചാർട്ടാണ് എന്ത് ചെയ്യുക, അതിൻ്റെ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് എഴുതുമ്പോൾ ആദ്യം ലിബ്രെ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക, ഡാറ്റ എൻട്രി ചെയ്യുക, ഡാറ്റ സെലക്ട് ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക, സ്പ്രെഡ്ഷീറ്റിൽ ചാർട്ട് വരണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡിൽ പോയിട്ട് ചാർട്ട് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ചാർട്ടാണ് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ചാർട്ട് കിട്ടും. ഓക്കെ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, നിങ്ങൾ ലാബ് എക്സാമിന് എല്ലാവരും ചെയ്തിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ അത് തന്നെയാവും, ചാർട്ട് ക്രിയേഷൻ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻസേർട്ടിൽ ചാർട്ട്, അതാണ് അവിടെ പഠിച്ചേക്കേണ്ടത്. എന്താണ് ഇൻസേർട്ടിൽ ചാർട്ട്, അതാണ് അവിടെ വരേണ്ടത് കേട്ടോ. ഇൻസേർട്ടിൽ ചാർട്ടാണ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് നേരത്തെ പറഞ്ഞതാണ് ചാർട്ടിൻ്റെ എലമെൻറ്റ്സ്. ചാർട്ട് ഏരിയ, പ്ലോട്ട് ഏരിയ, ചാർട്ട് ഫ്ലോർ, ഡാറ്റ പോയിൻറ്റ്സ്, ഡാറ്റ സീരീസ്, ലെജൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ചാർട്ട് ടൈറ്റിൽ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഗ്രിഡ്. ഓക്കെ, അപ്പോൾ അതിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് തോന്നുന്നു ലെജൻഡും ഡാറ്റ സീരീസ്, ഡാറ്റ പോയിൻറ്റ്സ് ഒക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് എന്താണെന്നുള്ള രീതിയിലല്ല ചോദിച്ചത്, അതിൻ്റെ അതെന്താണെന്നുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എലമെൻറ്റ്സ് ഓഫ് ചാർട്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്, എലമെൻറ്റ്സ് ഓഫ് ചാർട്ട്. ദെൻ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് അറിയാലോ, വിഷ്വൽ അപ്പീലിംഗ്, ക്വിക്ക് അനാലിസിസ്, ക്വിക്ക് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ, ദെൻ to know the trend easily, a large volume of information can be exhibited through charts easily. ഓക്കെ, ഇതന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്താണ് വേർഡ്സിൽ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ ഉപയോഗിച്ചിട്ടും ഇതിൻ്റെ ആൻസർ എഴുതാം. ഓക്കെ, അപ്പോൾ അത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അത് പഠിക്കാം. ഓക്കെ, ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ചാർട്ട് എലമെൻറ്റ്സ്. ഓക്കെ, ചാർട്ട് എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ ലാബ് എക്സാമിൻ്റെ സമയത്ത് പ്രാക്ടിക്കലിലൊക്കെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആൻസർ എഴുതാൻ പറ്റുന്നതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കും. ഓക്കെ, അടുത്ത ചാപ്റ്റർ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.